ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് രണ്ട് മേജർ കാര്യങ്ങളാണ്. എന്താണ് സെൻട്രലൈസ് വാലറ്റ്, എന്താണ് ഡീസെൻട്രലൈസ് വാലറ്റ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്രിപ്റ്റോയ്ക്കൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു നല്ല ഇൻഫർമേഷൻ ആയിരിക്കും ഞാൻ തരുന്നുണ്ടാവുക. അത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എന്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്താണ് സെൻട്രലൈസ്ഡ് വാലറ്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ബാങ്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ SBI ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കൊട്ടാക്ക ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉണ്ട്. ഈ ഒരു ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു അക്കൗണ്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ ആധാർ ആയിക്കോട്ടെ അങ്ങനെയുള്ള KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുന്നത്. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിൽ പൈസ ഇടുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പോൾ ആ ഒരു പൈസയൊക്കെ നിങ്ങൾക്ക് ആ ബാങ്ക് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസയൊക്കെ ആർക്ക് പറ്റിക്കാം, ബാങ്കിക്ക് പറ്റിക്കാം. അല്ലാതെ നമുക്ക് ആ ഒരു ബാങ്കായിട്ട് ഈ ഒരു അക്കൗണ്ടിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളൊരു ബന്ധമാണ് ഈ ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ബൈനാൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ക്യൂക്കോയിൻ, ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ, ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ ഒരു എക്സ്ചേഞ്ചിലൊക്കെ ഇവർക്കായിട്ടുള്ള ഓൺ പ്രൈവറ്റ് കീസ് ഉണ്ടാവും. ഇവരിൻ്റെ എക്സ്ചേഞ്ചുകാർക്ക് ഇല്ലെങ്കിൽ ബിനാൻസിന് ഒരു പ്രൈവറ്റ് കീസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിലൊരു അക്കൗണ്ട് എടുത്തിട്ട് ലോഗിൻ പാസ്വേഡും അതേപോലെ തന്നെ ലോഗിൻ ID യും വെച്ച് നിങ്ങൾ അതിലൊരു അക്കൗണ്ട് എടുത്ത് അതിൽ ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കാണോ ഈ ഒരു വലിയ ബിനാൻസിൻ്റെ അസസ്? നമുക്ക് ഇങ്ങനെയുള്ള ഒരു അസസ്സും ഇല്ല. നിങ്ങൾ ഇടുന്ന ഫണ്ട് ഫുൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ ഒരു ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അവർ എന്ത് പറയുന്നുണ്ട്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഫണ്ടൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല, നിങ്ങളുടെ ഫണ്ടൊന്നും ഞങ്ങൾ എടുക്കില്ല, നിങ്ങൾക്ക് സേഫായിട്ട് ഇതിൽ യൂസ് ചെയ്യാം, ബാങ്കിലൊക്കെ പൈസ ഇടുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ബാങ്ക് പെട്ടെന്ന് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പൈസയൊക്കെ പോയില്ലേ. അതേപോലെ തന്നെ ഈ ഒരു ബിനാൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ക്യൂക്കോയിൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കോയിൻസ് എല്ലാം എന്താവും, പെട്ടെന്ന് പോവും. അത് തന്നെയാണ്. അപ്പോൾ റീസെൻ്റിലൊക്കെ നിങ്ങൾ കേൾവിപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീസെൻ്റിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു CoinDXലൊക്കെ എന്തായി, അവർ ഹാക്ക് ചെയ്തു ഒരുപാട് പൈസ എടുത്തു. നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ യൂസേഴ്സിൻ്റെ ഫണ്ടൊക്കെ സേഫാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് കീസിൻ്റെയും എല്ലാത്തിൻ്റെയും കൺട്രോൾ ആർക്കാണ്? ഈ ഒരു കമ്പനിക്കാർക്കാണ്. നമ്മൾ അതിൽ അക്കൗണ്ട് എടുക്കുന്നു, നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, ഫണ്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ക്രിപ്റ്റോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ ക്രിപ്റ്റോ മേടിച്ച് വെച്ചിട്ട് അതിൽ ഒരുപാട് കാലമായിരുന്നു ഇരിക്കട്ടെ, അതിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള സെൻട്രലൈസ് എക്സ്ചേഞ്ചുകൾ വെച്ച് യൂസ് ചെയ്യരുത്. നമ്മുടെ ഫണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സെൻട്രലൈസ് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്നാണ് ഒരുപാട് ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബാങ്ക് ഉണ്ട്, ഞാനാണ് ഈ എൻ്റെ ബാങ്കിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്, ഞാനാണ് എൻ്റെ ബാങ്കിലെ പൈസ എല്ലാം ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് പ്രൈവറ്റ് കീസ് ഉണ്ട്. ഇപ്പോൾ സെൻട്രലൈസിൽ പ്രൈവറ്റ് കീസ് ആ ബിനാൻസുകാർക്കാണെങ്കിൽ, ഈ ഒരു ഡീസെൻട്രലൈസ് വാലറ്റിൽ ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ്, റാബി വാലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റാമാസ്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വാലറ്റുകളിൽ നമുക്കായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കും ഫുള്ളി ആക്സസ് ഉണ്ടാവുക, ആ പ്രൈവറ്റ് കീസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് കീസ് വെച്ചിട്ട് നമുക്ക് എന്താണ്, ഇത് ഫുൾ അസസ് ആണ്, നമ്മുടെ ഫണ്ട് ആർക്കും പോവില്ല. പക്ഷേ ഈ ഫണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രൈവറ്റ് കീസ് എവിടെയും കൊണ്ടുവന്ന് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ ഫണ്ട് പോകും. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ ചോയ്സ് ഒരു ബിഗിനറിന് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ ഫണ്ടൊന്നും അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ച് തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും സെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ ഓരോ ആക്ടിവിറ്റീസും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഷെഡ്യൂൾ ചെയ്ത് ഇല്ലെങ്കിൽ അവർ അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഡീസെൻട്രലൈസിലാവുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഗ്യാസ് ഫീ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. സെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ഫീ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ല ക്രിപ്റ്റോ ഭയങ്കര പ്രോയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ഉപയോഗിച്ചാൽ മതി, ഡീസെൻട്രലൈസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ട് അങ്ങനെയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീസെൻട്രലൈസ് മാത്രം ഉപയോഗിക്കുക, ആ പ്രൈവറ്റ് കീസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അതേപോലെ തന്നെ വീഡിയോ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് സെൻട്രലൈസ് വാലറ്റ് എന്താണ്, ഡീസെൻട്രലൈസ് വാലറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾ കറൻ്റ്ലി ട്രസ്റ്റഡ് ആയിട്ട്, വളരെയധികം ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ വന്ന് കമൻറ്റിൽ പറയുക. അതേപോലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ചുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ്
സെക്ഷനിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ത്യൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ എന്ത് തരാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തോ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.